പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു. തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ വോട്ടുകോടിയിൽ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. ഗൂഢാലോചനയിൽ 2 MLA-മാർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PM ഷാനവാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സേവിയർ ചിറ്റിലപ്പള്ളി, AC മൊയ്തീൻ എന്നീ MLA-മാരുടെ ദൂതന്മാർ മുസ്ലിം ലീഗ് സ്വതന്ത്രൻ ജാഫറിനെ സമീപിച്ചു. അന്വേഷണം നടത്തുന്ന വിജിലൻസ് സംഘത്തിന് മുകളിൽ സമ്മർദ്ദമുണ്ടെന്നും ഷാനവാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഷാനവാസ് ജെയ്സനോട് സംസാരിച്ചത് ഒന്ന് കേൾക്കാം. വിജിലൻസ് ജാഫറെ ചോദ്യം ചെയ്തിട്ടില്ല, ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല. വിജിലൻസ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിലാണ്. ആ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇതിനകത്ത് ഈ വോയിസ് അല്ലാത്ത രേഖകളുണ്ടോ എന്നുള്ളതാണ് പരിശോധന. ഞങ്ങൾ പറയുന്നു, ഈ റിസൾട്ട് വന്നതിന് ശേഷം, അതായത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം 7 സീറ്റുമായ ആ സമയത്ത് അതിന് പിറ്റേ ദിവസം രാവിലെ തന്നെ 10 മണിക്ക് ശ്രീ AC മൊയ്തീൻ്റെ ദൂതൻ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വടക്കാഞ്ചേരി MLA-യുടെ ദൂതൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് തുടർച്ചയായിട്ട് ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഡീലുറപ്പിച്ച് ഇത് കച്ചവടമാണ്. അന്ന് 27-ാം തീയതി ആ വോട്ട് അദ്ദേഹം നഫീസക്ക് അനുകൂലമായിട്ട് ചെയ്യാനുള്ള കാരണം. ഇതിനൊക്കെ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തം കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അടിയന്തരമായിട്ട് ജാഫറിൻ്റെ ഫോൺ രേഖകൾ പരിശോധിക്കപ്പെടണം. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം ജാഫർ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളും ഫോൺ രേഖകളും അടിയന്തരമായി നടത്തിയാൽ തന്നെ പ്രാഥമികമായിട്ട് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇതിൽ AC മൊയ്തീൻ്റെ പങ്ക് വ്യക്തമാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വിജിലൻസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും ഞങ്ങൾ കയ്യിലുള്ള രേഖകൾ കൈമാറും. കൂടാതെ വലിയ പ്രതിഷേധ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയപരമായി തന്നെ ഇത്തരത്തിൽ ജനാധിപത്യം അട്ടിമറിക്കുന്ന ഈ സ്ഥിതിവിശേഷം നാളുകളിൽ തുടരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സമരങ്ങളും പ്രതിഷേധങ്ങളും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. വിജിലൻസിൻ്റെ അന്വേഷണം സുതാര്യമാണെങ്കിൽ, വിജിലൻസിന് പ്രഷർ ചെലുത്താതെ, ഈ ഗവൺമെൻറ്റിന് വെച്ച് പ്രഷർ ചെലുത്താതെ സുതാര്യമായ അന്വേഷണമാണെങ്കിൽ ഇത് തെളിയിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയമാണ്. ഒരു വോട്ട് കച്ചവടം നടത്തിയിരിക്കുകയാണ്. 50 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്. സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള, സാമ്പത്തികം ഇഷ്ടം പോലെയുള്ള ഒരു സംവിധാനമാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിജിലൻസിന് കൃത്യമായിട്ട് സമ്മർദ്ദം ഉണ്ടാവും. സമ്മർദ്ദങ്ങളില്ലാതെ വിജിലൻസ് അന്വേഷിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് പുറത്തു വരും. ജെയ്സൺ ചാമളപ്പിലാണ്. ജെയ്സൺ ചാമളപ്പിൽ വിജിലൻസിന്റെ കാര്യമായിട്ടൊന്നും തടഞ്ഞിട്ടില്ല. ഈ വാർത്ത പുറത്തു വരുമ്പോഴാണ് ഷാനവാസിന്റെ പ്രതികരണം നമ്മൾ തേടിയത്. പാർട്ടി എന്തായാലും ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ ജെയ്സൺ? അരുൺകുമാർ, അത്ര പെട്ടെന്നൊന്നും ഇത് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഗുരുതരമായ ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ പ്രതിഷേധ സമരങ്ങൾ കൂടി ആവർത്തിക്കുന്നുണ്ട്. മന്ത്രിമാരുടെ പങ്കുണ്ടെന്ന ആരോപണം, ഗുരുതരമായ ആരോപണം ഷാനവാസ് ഉന്നയിക്കുന്നു. ഈ വോട്ടെടുപ്പിന് മുൻപ് 2 MLA-മാരുടെ ദൂതന്മാർ ഇയാളെ ബന്ധപ്പെട്ടുവെന്നും ഡീൽ ഉറപ്പിച്ചുവെന്നുമുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ വിജിലൻസിൽ നിന്നും ഒരു നീതിയും ലഭിക്കില്ല എന്ന സൂചന കൂടി ഇവർ നൽകുന്നുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വിജിലൻസിൽ നിന്ന് ഏറ്റവും നിർണായകമായ ഒരു കേസാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് വിജിലൻസിൽ നിന്നും ഒരു അനുകൂലമായ നിലപാട് പ്രതീക്ഷിക്കുന്നില്ല. സമരം ശക്തമാക്കും, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഷാനവാസും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു ജെയ്സൺ, താങ്ക് യു. അപ്പോൾ ജെയ്സൺ, എൻ്റെ ഒരു സംശയം, ഈ 50 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയായിരിക്കും ഇത് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടാവുക എന്നാണ്. 50 ലക്ഷം രൂപ കൊടുത്തു, എന്തായാലും ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ഇത് നോട്ടുകെട്ടുകളായിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അത് 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ബാഗ് ആയിരിക്കില്ലേ? ഒരു അത്യാവശ്യം ഒരു മോശമില്ലാത്തൊരു ബാഗ്. 50 ലക്ഷം 500-ന്റെ ഏകദേശം ഞാൻ കണക്കൂട്ടുകയാണെങ്കിൽ ഒരു 2.5 ലക്ഷം വെച്ചാണ് ഇപ്പോൾ സാധാരണ കെട്ടുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഒരു 5 20 കെട്ട്, 2.5 ലക്ഷത്തിന് 20 കെട്ടുണ്ടായിരിക്കും 50 ലക്ഷത്തിന് എന്നാണ് എൻ്റെ ഏകദേശ കണക്ക്. പക്ഷേ ഇത് എവിടുന്ന് കൊടുത്തു, എവിടുന്ന് വലിച്ചു, ഇതൊക്കെ അന്വേഷണത്തിൽ ഇനി തെളിയേണ്ട കാര്യങ്ങളാണ്. നിലവിൽ 1 രൂപ പോലും കൊടുത്തതായിട്ട് അല്ലെങ്കിൽ വാങ്ങിയതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. ഇതെങ്ങനെ എവിടെ വെച്ച് കൈമാറി, അതാണ് അറിയേണ്ടത്. എന്നാൽ ജെയ്സൺ കൂടി ജെയ്സന്റെ പരിചയത്തിൽ അന്വേഷണം നടത്തിക്കോളൂ. അങ്ങനെ പണം വാങ്ങിയിട്ടാണോ? പക്ഷെ അല്ലെങ്കിൽ ഈ ജാഫർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഒരു പിടിയും കിട്ടുന്നില്ല ഈ ജാഫറിനെ കുറിച്ച്. ജാഫറുമായിട്ട് ജെയ്സൺ സംസാരിച്ചല്ലോ, ആകെ കിളിപോയ രീതിയിലാണ് രണ്ടാമത് സംസാരിച്ചത്. തെറ്റുപറ്റി, അതിൽ ഞാൻ ദുഃഖിക്കുന്നു. പക്ഷേ ആ തെറ്റിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. എന്നാൽ ആ തെറ്റുപറ്റി എന്നുള്ള വിവരം ആ സമയത്ത് UDF-ലെ അംഗങ്ങളോട് പറയുന്നതുമില്ല. തലേ ദിവസം ട്വിസ്റ്റ് എന്ന് പറയുന്നു. ആരെങ്കിലും ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യൂ?
അരുൺകുമാർ, അക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. 50 ലക്ഷമൊന്നും കൈമാറിയിട്ടുണ്ടെന്ന് സാമാന്യ ബുദ്ധിയും ബോധമുള്ള ഒരാളും വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് ഒരു വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ഒന്ന് 50 ലക്ഷം കൊടുക്കേണ്ട കാര്യമൊന്നും ഇടതുപക്ഷത്തിനില്ല, CPM-നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്, ഒരു ഡീൽ നടന്നിട്ടുണ്ട്. ആ ഡീൽ എന്താണ് എന്നതാണ് ഇനി പുറത്തു വരേണ്ടത്. അതെ, അത് നമുക്ക് കാത്തിരിക്കാം. എന്താണ് ആ ഡീൽ? നമ്മൾ പലതവണ ആലോചിച്ചു. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ കൊടുത്താൽ ഇനി അയാൾ എത്രമാത്രം അഴിമതി ചെയ്താലും, നമ്മുടെയൊക്കെ ക്യാമറ കണ്ണുകളുടെ മുന്നിലൂടെ അയാൾ എങ്ങനെയൊക്കെ അഴിമതി ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും 50 ലക്ഷം രൂപ അയാൾക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ആ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യാൻ പറ്റുമോ? മാത്രമല്ല ശക്തമായ പ്രതിപക്ഷമുള്ള പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയില്ലേ എന്നുള്ളതാണ്. അതിനെ അയാൾ തള്ളിയതായിരിക്കുമോ? എന്താണ് ഡീൽ എന്നുള്ളത് നമുക്കറിയില്ല. ഡീൽ ഓർ നോ ഡീൽ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിച്ചതെന്ന്.